ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1703. ഇന്ന് ഓഗസ്റ്റ് മാസം 29-ാം തീയതി 242 ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വചനഭാഗം എപ്പോഴെങ്കിലും മനസ്സിരുത്തിയൊന്ന് വായിക്കേണ്ടതാണ്. നല്ലൊരു സ്നേഹിതനുണ്ടെന്നിരിക്കെ എന്നൊക്കെ പറഞ്ഞാണ് യേശു അത് ആരംഭിക്കുന്നത്. ആർക്കാണ്? നിങ്ങൾക്ക്, എനിക്ക്, നമ്മൾ ഓരോരുത്തർക്കും നല്ലൊരു സ്നേഹിതനുണ്ടെന്നിരിക്കെ. അയാൾ ഒരു ആവശ്യവുമായിട്ട് ആ സമയത്ത് അർദ്ധരാത്രി നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ തുടർച്ചയായി മുട്ടിക്കൊണ്ടു നിൽക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും അസൗകര്യത്തിലാണ്. ഒരു വിധത്തിലും പ്രതികരിക്കുവാനും സഹകരിക്കാനും സഹായിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ്. എന്നിട്ടും ഇതൊന്നും അറിയാൻ ഒരു സാധ്യതയില്ല. നിങ്ങളുടെ സ്നേഹിതൻ പുറത്തുനിന്ന് വാതിക്കല് നിങ്ങളുടെ കരുണയുടെ അനുഭാവത്തിനു വേണ്ടി മുട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. അവിടെയാണ് യേശു നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. താഴേക്ക് വായിച്ചു വരുമ്പോൾ എന്തായാലും അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ മുഴുവൻ അസൗകര്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റിവെച്ച് നിങ്ങൾ എണീക്കത്തില്ലേ? അവന് കാതുകൊടുക്കത്തില്ലേ? അവന്റെ ആവശ്യത്തിന് നിങ്ങൾ ചെവി കൊടുക്കില്ലേ? അങ്ങനെയാണ് യേശു നമ്മളെ ശരിക്കും അപകടത്തിലാക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതം ഒറ്റയ്ക്കുള്ള സ്വാർത്ഥതയിൽ ഒതുങ്ങിയ ജീവിതമല്ലെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ഉള്ളതാണെന്നുകൂടി യേശു പറഞ്ഞു തരിക. കുറച്ചുകൂടി അതിരുവിട്ട് പറഞ്ഞാല് അവനവന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അത് മൊത്തത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുറിക്കപ്പെടേണ്ട അപ്പമാണ് ഓരോ മനുഷ്യ ജീവിതവും. അത് അപരർക്ക് അപ്പമായി, ആഹാരമായി, ആശ്വാസമായി, സാന്നിധ്യമായി, കൂട്ടായി മാറാൻ പാകത്തിന് സ്വയം വിഭജിക്കപ്പെടേണ്ട, വീണ്ടും വീണ്ടും വിഭജിക്കപ്പെടേണ്ട അപ്പം തന്നെയാണ്. അങ്ങനെയാണ് ഭൂമിയിലെ സൗഹൃദങ്ങളൊക്കെ ഏറെ സുഹൃതമുള്ളതായിട്ട് മാറുന്നത്. നമ്മളാവട്ടെ സൗഹൃദങ്ങൾ എങ്ങനെയൊക്കെയാണ് കാണുന്നത്, വിലയിരുത്തുന്നത്, ഉൾക്കൊള്ളുന്നത്? എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമുള്ള വിധത്തിൽ നിർവഹിച്ചു തരുന്ന, ചെയ്തു തരുന്ന ആളുകളാണ്. അങ്ങനെയാണ് എൻ്റെ നല്ല സൗഹൃദങ്ങളെ ഞാൻ വിലയിരുത്തുന്നത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു തരുന്നവരൊക്കെയാണ് എൻ്റെ നല്ല സ്നേഹിതർ. അതുകൊണ്ടാണല്ലോ എൻ്റെ മാതാപിതാക്കള് എനിക്കൊരിക്കലും നല്ല സ്നേഹിതരായി മാറാഞ്ഞത്. എൻ്റെ ഗുരുക്കന്മാർ ഒരു കാലത്തും എനിക്ക് നല്ല സ്നേഹിതരായി മാറാഞ്ഞത്. കാരണം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊന്നുമല്ലല്ലോ അവർ നിന്നു തന്നത്. പിന്നെ ആരായിരുന്നു എൻ്റെ സ്നേഹിതര്? എൻ്റെ ഇഷ്ടങ്ങൾക്കും തന്നിഷ്ടങ്ങൾക്കുമൊക്കെ പാട്ടുപാടിയവരും സ്തുതി പാടിയവരും ഒപ്പം വന്നവരുമൊക്കെയാണ് അന്നും ഇന്നും എനിക്ക് നല്ല സ്നേഹിതർ. പക്ഷേ കാര്യമായിട്ടൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു വളർച്ചയിലേക്കായിരുന്നു അതോ വലിയൊരു തളർച്ചയിലേക്കും തകർച്ചയിലേക്കുമായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയത്? നല്ലൊരു ഉത്തരം കാത്തുകിടപ്പുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.